ഹലോ, എല്ലാവർക്കും ചക്ക അപ്പം ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ചക്കയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, കാരണം ചക്ക സീസൺ ആണല്ലോ നാട്ടിൽ. ഇഷ്ടംപോലെ ചക്ക ഉണ്ടാവും. നമ്മുടെ വീട്ടിലില്ലെങ്കിലും അയൽപ്പക്കത്തെ വീട്ടിൽ നിന്നെങ്കിലും മേടിച്ച് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കണം. അടിപൊളി ഒരു പലഹാരമാണ്. അപ്പോൾ ചക്ക കൊണ്ടുള്ള നമ്മുടെ ഈ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്ക ചുള പറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് അതിൻ്റെ എന്താ പറയുക, പാടിയില്ലല്ലോ, പോണ്ടി എന്നൊക്കെ കേട്ടോ ഞങ്ങളുടെ ഇവിടെ പറയുക. പല ഭാഷകളാണല്ലോ പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ചക്കയും കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പലഹാരമൊക്കെ ഒരുപാട് ആളുകൾ ചാനലിലിട്ടതാണ്, എല്ലാവർക്കും അറിയണതാണ്. ഇതിപ്പോൾ ചക്കയും കൊണ്ട് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കി ആൾക്കാർ തിന്ന് മടുത്തതുമായിരിക്കും കേട്ടോ. ഇതൊരു പുതിയ പലഹാരമൊന്നുമല്ല. പണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്നത് നമ്മൾ കുമ്പളപ്പം എന്നൊക്കെ പറയുമല്ലോ. ഇപ്പോൾ അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. പക്ഷെ പല നാടുകളിൽ പലതരം രീതിയിലാണല്ലോ ഓരോന്നുണ്ടാക്കുക. അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ എന്തെല്ലാം തരത്തിലുള്ള ബിരിയാണി ഉണ്ട്. തലശ്ശേരി ബിരിയാണി, കണ്ണൂർ ബിരിയാണി, അങ്ങനെ പല തരം ബിരിയാണികളുണ്ട്, പല തരം ഡിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ പല നാടുകളിൽ ഉണ്ടാക്കുന്നത് വ്യത്യസ്തമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചക്കച്ചോളം ഞാനിവിടെ മിക്സിയിൽ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ കുക്കറിലേക്ക് മുറിച്ചിട്ടത് എന്തിനാണെന്നറിയോ, അതിൽ വേവിച്ചെടുക്കാമെന്നായിരുന്നു ആദ്യത്തെ ഐഡിയ കേട്ടോ. പിന്നെ അത് മാറ്റിയതുകൊണ്ടാണ് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തത്. രണ്ട് തരത്തിലുണ്ടാക്കാം. അപ്പോൾ ചക്കച്ചോളയൊക്കെ ഞാൻ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് നൈസായിട്ട്. പിന്നെ നമുക്ക് അതിലേക്കുള്ള ശർക്കരപ്പാനി ഉരുക്കാനുള്ള വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത്. നല്ലൊരു മണമൊക്കെ കിട്ടും. ഇനി വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിത് നല്ലോണം ശർക്കര പാനിയിലിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരിപ്പൊടി. എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ നന്നായിട്ട് ശർക്കര പാനിയായിട്ട് വന്നിട്ടുണ്ട്. ശർക്കര പാനി ഉണ്ടാക്കാനൊക്കെ അറിയുമല്ലോ. കുറച്ച് ശർക്കരയ്ക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കണം. അതിലേക്ക് വേവിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായി യോജിപ്പിക്കുക. ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇപ്പം നമുക്കിതൊരു ചക്ക വരട്ടണമൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ, അതിൻ്റെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ചക്ക അപ്പം ഈ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളും കഴിക്കാത്തവരാരും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ, എളുപ്പത്തിൽ. ഇനി അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ അരിപ്പൊടിയുടെ അളവ് ഞാൻ കറക്റ്റ് പറയുന്നില്ല കേട്ടോ. ഒരു ഇതേപോലെ അതിൽ ശർക്കര പാനിയുടെ നമ്മുടെ ചക്കച്ചോളയുടെയൊക്കെ ആ ഒരു ലൂസിലാണല്ലോ നമ്മളിപ്പോൾ ഇതിൽ വെള്ളം വേറെ ചേർക്കണില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാതെ ഇത്ര ശർക്കരയ്ക്ക് ഇത്ര വെള്ളം ഒഴിച്ച് കുറുക്കിയിട്ട് അത് ഇങ്ങനെ പൊടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അത് ശരിയായിട്ട് വരണമെന്നില്ല. അതുകൊണ്ട് ഇതേപോലെ നമ്മൾ കുറേശ്ശെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് പരത്തുന്നതല്ല, കയ്യിലോണ്ട് ഒഴിച്ചിട്ട് കുമ്പളപ്പൊക്കെ അറിയാമല്ലോ അതേപോലെ ചെയ്യണത്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധ ആൾക്കാർക്ക് അറിയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ പൊടിയുടെ അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരം ചിരകി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം നല്ല പോലെ നമ്മുടെ മാവ് ഇവിടെ കുറുക്കി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പോൾ ഇട്ട് കൊടുത്ത് നാളികേരം ചിരവിയതാണ്. പിന്നെ കുറച്ച് നാളികേരം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഇടയിൽ കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്താണ്. എങ്ങനെയായാലും ഇടയിൽ കൂടെ ഒരു നാളികേര കൊത്ത് കടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പുള്ളവർക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് താറുപാടാക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് പുഴുങ്ങിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഈ മാവ് കട്ടിയിൽ കോരി ഒഴിക്കുമ്പോൾ നമ്മൾ പച്ചമാവാണ് ഒഴിക്കണമെന്ന് വെച്ചാൽ ഉള്ളു വെന്ത് കിട്ടാൻ പാടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ നല്ലോണം മാവ് വേവിച്ചെടുക്കുന്നത്. അതിന് ശേഷം നമ്മുടെ ഇല നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം. കണ്ടോ, നല്ലപോലെ ഞാനിതിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പിൽ വെച്ചിട്ടാണ് ഇതുപോലെ വാട്ടിയെടുത്ത്. ഇലയ്ക്കൊക്കെ നല്ല മണമുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ സ്പൂൺ കൊണ്ട് ഇതുപോലെ മാവ് കോരി ഒഴിക്കുക. കൈ കൊണ്ട് പരത്തൊന്നും വേണ്ട, നല്ലോണം വെന്ത മാവാണ് കേട്ടോ ഇത്. ഇതേപോലെയാണ് നമ്മൾ ഇല മടക്കേണ്ടത്. ഇതിൽ ഞാൻ ഒന്നും സെക്യൂർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ മടക്കണം. ഇതേപോലെ മടക്കണമെങ്കിൽ ഇല നല്ലപോലെ വാട്ടിയെടുക്കണം. നല്ലപോലെ വാട്ടിയെടുത്താലാണ് ഇല ഇതുപോലെ നമുക്ക് മയത്തിൽ മടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പൊട്ടിട്ടോ, പൊട്ടിക്കഴിഞ്ഞാൽ മാവ് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് നേരെ വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ ചെയ്തെടുക്കണം. ഞങ്ങളുടെ ഇവിടെ ഇത് പാലക്കാടാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ പലഹാരങ്ങളാണിത്. ഇവിടെ ഉണ്ടാക്കുന്ന രീതിയാണ്. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയിട്ട് ഇതേപോലെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതേപോലെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മാവ് പുറത്തേക്ക് പോവുക, വേവാതിരിക്കുക ഒന്നും ചെയ്യില്ല, അഴിയൊന്നുമില്ല. അപ്പോൾ എല്ലാ മാവും അടാന്ന് പറയാൻ പറ്റില്ല, അതിനെ അപ്പം പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതേപോലെ പൊതിഞ്ഞ് വയ്ക്കുക. ഇപ്പം നല്ല ചൂടോടുള്ള മാവ് കേട്ടോ ഞാൻ പൊതിഞ്ഞിരിക്കണതിനെ. ഇനി അതിലേക്ക്
സോറി, നമ്മളൊരു ഇഡ്ഡലി പാത്രം എന്തിലാണോ നമ്മളിത് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൽ വെള്ളം നല്ലോണം ചൂടായി വരുമ്പോൾ തട്ട് വെച്ചിട്ട് നമ്മുടെ ഓരോ പൊതികളായിട്ട് അതിലേക്ക് ഇറക്കി വെക്കുക. ചക്കയൊക്കെ വെറുതെ അങ്ങനെ പറിച്ച് തിന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇതേപോലെ നമുക്ക് ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിക്കുക ചക്ക സീസൺ കഴിയുന്നത് വരെ. അപ്പോൾ 3-4 അടിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ വാഴയുടെ കണ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും പൊതി വെച്ച് വെക്കുക. അപ്പോൾ ഈ ആവി പെട്ടെന്ന് കയറിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുത്ത് ഇത് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലാതെ ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ വെച്ച അട ചിലപ്പോൾ വേവില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഇപ്പം ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിലും വെക്കാം. മോൾ ഭാഗം വരെ ഇതേപോലെ കണ ഇടയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അട ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, ഉള്ളിൽ കൂടെ അങ്ങനെ ആവി നന്നായിട്ട് കയറും, അല്ലെങ്കിൽ ആവി മുകളിലേക്ക് വരില്ല, മുകളിലുള്ള പൊതികൾ വേവില്ല. അതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. 15 മിനിറ്റെങ്കിലും വേണം. അതൊന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മാവൊക്കെ ഓൾറെഡി വെന്തതാണ്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് കണ്ട സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റോളം തന്നെ വേണ്ടു. നമ്മുടെ ചക്ക അപ്പം അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ എന്ത് മണമെന്നറിയോ, ആ ഇല വാട്ടിയതിൻ്റെ എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരെണ്ണം മതി കുട്ടികൾക്ക് ചായയുടെ കൂടെ. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായി. ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് സൂപ്പറായി വെന്ത് വന്നിരിക്കുന്നത്. നല്ല അലുവ പോലെ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്, കേടുവരുമില്ല. നല്ലോണം നമ്മൾ മാവൊക്കെ വേവിച്ചെടുത്താണല്ലോ, അപ്പോൾ ഒട്ടും നമുക്ക് കേടുവരുമില്ല. ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തോളം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ ഈ ചൂടുകാലം ആയതുകൊണ്ട് കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ചീത്തയായിട്ട് പോകും, ചൂട് അത്രയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഉണ്ടാക്കി ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ടാറ്റാ.